ഹായ് അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ എൻ്റെ സ്വന്തം നമ്മുടെയൊക്കെ സ്വന്തം സഹോദരി റഹിമ ഷബിനാസ് മാഷാ അല്ലാ പ്രസവം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബേബി ബോയാണ്. അപ്പോൾ പടച്ചവൻ എത്ര വലിയവനാണ് എന്നുള്ളതിനൊരു തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പ്രസവം കഴിഞ്ഞു. അത് നിർഭാഗ്യവശാൽ അവർക്ക് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ടും അതുകൂടാതെ പല ബുദ്ധിമുട്ട് കൊണ്ടും അവർക്കത് കുഞ്ഞു പൈതൽ മരണപ്പെട്ടു പോയി. അതിനുശേഷം ഏറെ നീണ്ട 10 വർഷത്തിന് ശേഷം മാഷാ അല്ലാ വീണ്ടും അവർ ഒരു ഉമ്മയാവുകയാണ്. ഉമ്മ ആയിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ അവരൊരു ഉമ്മയാണ്, ഒരു മകൻ്റെ ഉമ്മയാണ്. അപ്പോൾ ആ മകനും ആ ഉമ്മാക്കും പടച്ചവനും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനപൂർണവും ആരോഗ്യകരമായൊരു ജീവിതം റബ്ബ് നൽകട്ടെ. ഒരു ദുരന്തങ്ങളും അവരെയും അവരുടെ കുടുംബത്തിനെയും ബാധിക്കാതിരിക്കട്ടെ. അപ്പോൾ പടച്ചവൻ്റെ ശക്തി പടച്ചവനോട് തേടിയാൽ നമുക്ക് കിട്ടും. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ നമുക്ക് ലഭിക്കുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ റഹിമ, എൻ്റെ സഹോദരി. അപ്പോൾ അവർക്കും അവരുടെ കുഞ്ഞിനും അവരുടെ ഫാമിലിക്കും നല്ലൊരു ആരോഗ്യമുള്ള ലൈഫിനെ നൽകട്ടെ, പടച്ച തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ മിക്ക ജനങ്ങളും മൊത്തം ഇന്ന് സന്തോഷത്തിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ തന്നെ ഈ വിവരം അറിയുന്നത് ഇന്നലെ രാത്രി ഒരു 2 മണിയോടുകൂടിയായിരുന്നു അവരുടെ പോസ്റ്റ് ഞാൻ കാണുന്നത്. കണ്ടപാട് തന്നെ മാഷാ അല്ലാ ഇനിയൊന്നും പറയാനില്ല. എനിക്കുണ്ടായ സന്തോഷം, സമാധാനം അപ്പോൾ അവർക്ക് എത്രത്തോളം ഉണ്ടാവുമെന്നത് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കുട്ടികളില്ലാത്തവർക്കും കുട്ടികളുണ്ടാവും, ഒരു പ്രതീക്ഷ വെക്കുക, പടച്ചവനോട് ദുആ ചെയ്യുക. ഷംസുൽ ഹുദാ മുസ്തഫ ഷറഫുൽ ബഷീർ ഹുദാ ഷംസുൽ ഹുദാ മുസ്തഫ ഷറഫുൽ ബഷീർ ഹുദാ റൗള ഷരീഫ് കാണാൻ രാജാ തുണച്ചിടണേ. അൽഹംദുടയവനേ, ആരാധ്യനായവനേ, ഹാജത്ത് തീർപ്പവനേ, ഖല്ലാക്കുടയവനേ. ജന്നത്തിൽ സ്പർശനമായി വിണ്ണോളം ശോഭിതമായി, ജന്നത്തിൽ സ്പർശനമായി വിണ്ണോളം ശോഭിതമായി, ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ വിധി കൂട്ടണേ. അൽഹംദുടയവനേ, ആരാധ്യനായവനേ, ഹാജത്ത് തീർപ്പവനേ, ഖല്ലാക്കുടയവനേ. സംസം ഉറവിൽ നിന്നും മതിയോളം മൂന്നിടുവാൻ, സംസം ഉറവിൽ നിന്നും മതിയോളം മൂന്നിടുവാൻ, കഅബ ശരീഫിലെന്നെ ഖല്ലാക്കെ